സിപിഎമ്മിനെതിരെ രൂക്ഷ വിമർശനവുമായി സാദിഖ് അലി തങ്ങൾ. മതങ്ങളെ കമ്മ്യൂണിസത്തിന്റെ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ സിപിഎം അവതരിപ്പിക്കുന്നു. സദാം ഹുസൈനും പലസ്തീനും കാണിച്ച് മുസ്ലിം വോട്ട് തട്ടാൻ ശ്രമിച്ചു. സമസ്തയുടേതെന്ന പേരിൽ മരച്ചീള് വലിച്ചിടാനാണ് സിപിഎം ശ്രമിച്ചതെന്നും ചന്ദ്രിക ദിനപത്രത്തിൽ സാദിഖ് അലി തങ്ങളുടെ ലേഖനം. മുഹമ്മദ് ഷഹീദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷഹീദ്, പാർട്ടിക്കുള്ളിൽ തന്നെ ഈ ഒരു മുസ്ലിം പ്രീണനം അത് വില പോയില്ല, അതുകൊണ്ട് മറ്റ് സാമുദായിക വിഭാഗങ്ങൾ പാർട്ടിയിൽ നിന്ന് അകന്നു പോയെന്ന വിമർശനം ഉയരുന്നുണ്ട്. ആ സമയത്താണ് ഇപ്പോൾ തങ്ങൾ അതിരൂക്ഷമായ ഭാഷയിൽ നമ്മൾ കണ്ടതാണ്. കോഴിക്കോട് അടക്കം CAA റാലികളൊക്കെ എത്രയോ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ CAA പേരിലൊക്കെ CPM LDF നടത്തുന്നത്, അതിനെതിരെ വരുന്നത്. തീർച്ചയായും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF-നും പ്രത്യേകിച്ചും മലപ്പുറത്തും പൊന്നാനിയിലും മുസ്ലിം ലീഗിലും നേടിയ വലിയ വിജയം അതിന് വിശദീകരിച്ചുകൊണ്ട് സാദിഖ് അലി തങ്ങൾ ചന്ദ്രിക പത്രത്തിൽ എഴുതിയ ലേഖനത്തിലാണ് CPM-നെ അത്യസാധാരണമായ രീതിയിൽ അതിരൂക്ഷമായി വിമർശിക്കുന്നത്. അതായത് CPM നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ കുറച്ചു കാലങ്ങളായി എടുക്കുന്ന മുസ്ലിം അനുകൂലമായ നിലപാടുകൾ ഇത് മുസ്ലിം വോട്ടുകൾ തട്ടിയെടുക്കാൻ വേണ്ടി ആത്മാർത്ഥതയില്ലാതെ നടത്തിയ ശ്രമങ്ങളാണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. ഏക സിവിൽ കോഡ്, പലസ്തീൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ എണ്ണി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇത്തരമൊരു നിലപാടെടുക്കുന്നത്. ഈ മതത്തെ ഇരുതല മൂർച്ചയുള്ളതാണ് ഈ മതം എന്നുള്ളത്, അതിനെ ആ രീതിയിൽ ഉപയോഗിച്ച് വോട്ട് തട്ടാൻ വേണ്ടി CPM ശ്രമിച്ചു. അതിനുള്ള തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് എന്ന് അതിരൂക്ഷമായ ഭാഷയിൽ അദ്ദേഹം വിമർശിക്കുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് സമസ്തയെ, ഒരു നിഷ്പക്ഷമായ ഒരു മതസംഘടന എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന സമസ്തയെ രാഷ്ട്രീയത്തിൻ്റെ കവലയിലേക്ക് വലിച്ചു കിടക്കാൻ വേണ്ടി CPM ശ്രമം നടത്തി ഈ തെരഞ്ഞെടുപ്പിൽ എന്നും അദ്ദേഹം വിമർശിക്കുന്നു. പക്ഷേ അതിന് പൊന്നാനിയിലും മലപ്പുറത്തും വലിയ തിരിച്ചടിയാണ് ഏറ്റത് എന്നും ജനങ്ങൾ അതിനെ തിരിച്ചടി നൽകിയെന്നും അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. നേരത്തെ ഈ ഫലസ്തീൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ, ഏക സിവിൽ കോഡ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ CPM നടത്തിയ സെമിനാറുകൾ, അത്തരം സമര പ്രതിഷേധ പരിപാടിയിലൊക്കെ മുസ്ലിം ലീഗിനെ പോലും ക്ഷണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് മുസ്ലിം ലീഗ് ക്ഷണം നിരസിച്ചെങ്കിൽ പോലും CPM-ന്റെ ഈ പരിപാടിയിൽ CPM പുലർത്തുന്ന നിലപാടിനെ ചോദ്യം ചെയ്യാൻ അവർ തയ്യാറായിരുന്നില്ല. അതിൻ്റെ ആത്മാർത്ഥതയെ അവർ ചോദ്യം ചെയ്തിരുന്നില്ല. നല്ലൊരു പരിപാടിയാണ് CPM നടത്തുന്നത് എന്നുള്ള വിശദീകരണമാണ് PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ലീഗ് നേതാക്കളൊക്കെ അന്ന് നൽകിയിരുന്നത്, പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നെങ്കിൽ പോലും. പക്ഷേ അതിൻ്റെ ആത്മാർത്ഥതയെ പോലും വളരെ അതിശക്തമായ രീതിയിൽ ചോദ്യം ചെയ്യുകയാണ് സാദിഖ് അലി തങ്ങൾ എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ലീഗ് അല്ലെങ്കിൽ പാണക്കാട് സാദിഖ് അലി തങ്ങൾ വളരെ കടുത്ത CPM നിലപാടിലേക്ക് പോകുന്നു. CPM-ന്റെ ഇത്തരം വിഷയങ്ങളിലുള്ള ആത്മാർത്ഥതയെ CPM വിരുദ്ധ നിലപാടിലേക്ക് പാണക്കാട് തങ്ങൾ പോകുന്നു എന്നതുകൂടി ഇതിൽ നിന്ന് കൃത്യമായി മനസ്സിലാക്കാം.